ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തി. രാവിലെ 10:15 തിരുവനന്തപുരത്തെത്തിയ പ്രധാനമന്ത്രിയെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. പുത്തരിക്കണ്ടം മൈതാനത്ത് നടക്കുന്ന ഔദ്യോഗിക പരിപാടികളിൽ അദ്ദേഹം അല്പസമയത്തിനകം പങ്കെടുക്കും. നാഗർകോവിൽ, മംഗലാപുരം, തിരുവനന്തപുരം താമ്പരം, തിരുവനന്തപുരം ചർലപ്പള്ളി എന്നീ അമൃത് ഭാരത് എക്സ്പ്രസുകളുടെയും തൃശൂർ ഗുരുവായൂർ പാസഞ്ചർ ട്രെയിനിന്റെയും ഫ്ളാഗ് ഓഫ് പ്രധാനമന്ത്രി നിർവഹിക്കും. നഗര ഉപജീവന മാർഗ്ഗങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി തെരുവ് കച്ചവടക്കാർക്ക് വേണ്ടിയുള്ള പിഎം സ്വനിധി ക്രെഡിറ്റ് കാർഡ് അദ്ദേഹം പുറത്തിറക്കും. യുപിഐയുമായി ബന്ധിപ്പിച്ചിട്ടുള്ള പലിശരഹിത ക്രെഡിറ്റ് സൌകര്യം കച്ചവടക്കാർക്ക് പെട്ടെന്നുള്ള പണലഭ്യത ഉറപ്പാക്കുകയും ഡിജിറ്റൽ ഇടപാടുകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. തിരുവനന്തപുരത്തെ CSIR NIIST ഇന്നൊവേഷൻ ടെക്നോളജി ആന്റ് എന്റർപ്രണർഷിപ്പ് ഹബിന്റെ തറക്കല്ലിടൽ നിർവഹിക്കുന്ന പ്രധാനമന്ത്രി ശ്രീചിത്രയിൽ അത്യാധുനിക റേഡിയോ സർജറി സെന്ററിനും ഇന്ന് തറക്കല്ലിടും. തിരുവനന്തപുരത്തെ പുതിയ പൂജപ്പുര ഹെഡ് പോസ്റ്റ് ഓഫീസും ശ്രീ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. 10:30 പുത്തരിക്കണ്ടം മൈതാനത്തു തന്നെ സംഘടിപ്പിക്കുന്ന BJP പൊതുയോഗത്തിനും ശ്രീ മോദി സംസാരിക്കും. റോഡ് ഷോയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുകയാണ്. 1 മണിക്കൂർ നീളുന്ന പരിപാടിക്ക് ശേഷം ഉച്ചയ്ക്ക് 12:40 അദ്ദേഹം ചെന്നൈയിലേക്ക് തിരിക്കും. പ്രധാനമന്ത്രിയുടെ സന്ദർശനം പ്രമാണിച്ച് നഗരത്തിൽ കനത്ത സുരക്ഷയും ഗതാഗത നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ ട്രെയിൻ സർവീസുകൾ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി രവനീത് സിംഗ് ബിട്ടുവും കൊച്ചുവേളിയിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി വി സോമണ്ണയും പങ്കെടുക്കും. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പങ്കെടുക്കും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിവരെ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഡൊമസ്റ്റിക് എയർപോർട്ട്, ശംഖുമുഖം, ചാക്ക, പേട്ട, പള്ളിമുക്ക്, പാറ്റൂർ, ജനറൽ ആശുപത്രി, പാളയം, സ്റ്റാച്യു, ആയുർവേദ കോളേജ്, ഓവർബ്രിഡ്ജ്, മേലെ പഴവങ്ങാടി, ഈഞ്ചയ്ക്കൽ, മിത്രാനന്തപുരം, SP ഫോർട്ട്, ശ്രീകണ്ഠേശ്വരം പാർക്ക്, തകരപ്പറമ്പ് മേൽപ്പാലം, പവർ ഹൌസ് ജംഗ്ഷൻ, ചൂരക്കാട്ട് പാളയം വരെയാണ് നിയന്ത്രണം. റോഡിന്റെ ഇരുവശത്തും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ല. പ്രധാനമന്ത്രിയുടെ യാത്രാസമയത്ത് പ്രധാന റോഡുകളിൽ ഗതാഗതം അനുവദിക്കില്ല. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2ഘട്ട വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ചടങ്ങിൽ കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ സോണോവാൾ മുഖ്യാതിഥിയായിരിക്കും. വിഴിഞ്ഞത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രാൻസ്ഷിപ്മെന്റ് ഹബ് ആക്കാനാണ് ശ്രമമെന്ന് മന്ത്രി VN വാസവൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേന്ദ്ര തുറമുഖ, ഷിപ്പിംഗ്, ജലഗതാഗത മന്ത്രി സർബാനന്ദ സോണോവാൾ ഇന്ന് കൊച്ചിയിൽ ഉൾനാടൻ ജലപാത വികസന കൌൺസിലിന്റെ 3ാം യോഗത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും. എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ നേപ്പാൾ സ്വദേശിനി ദുർഗ കാമി മരണമടഞ്ഞു. ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ പിന്തുണ കഴിഞ്ഞ ദിവസം മാറ്റിയ ശേഷം സാധാരണ നിലയിലേക്ക് എത്തിയിരുന്നു. എന്നാൽ പെട്ടെന്ന് ആരോഗ്യനില വഷളാവുകയായിരുന്നു. ദുർഗയുടെ വിയോഗത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് അനുശോചനം രേഖപ്പെടുത്തി. കാലിക്കറ്റ് സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ഡോക്ടർ P. രവീന്ദ്രൻ ഔദ്യോഗികമായി ചുമതലയേറ്റു. ചടങ്ങിൽ സിൻഡിക്കേറ്റ് അംഗങ്ങളായ ഡോക്ടർ P. റഷീദ് അഹമ്മദ്, TJ മാർട്ടിൻ, K. മധു, CP ഹംസ എന്നിവരും വിവിധ അധ്യാപക, അനധ്യാപക, സർവീസ് സംഘടനാ പ്രതിനിധികളും പങ്കെടുത്തു. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുന്നു. പട്ടികയിന്മേലുള്ള പരാതികൾ ഈ മാസം 30 വരെ സമർപ്പിക്കാം. കരട് SIR റോളിൽ നിന്നും പേരുകൾ ഒഴിവാക്കപ്പെട്ടവരും പുതിയ അപേക്ഷകരും ഫോം 6 ഉപയോഗിച്ച് അപേക്ഷിക്കണം. വിദേശ വോട്ടർമാർ ഫോം 6A സമർപ്പിക്കണം. അന്തിമ SIR വോട്ടർ പട്ടിക അടുത്ത മാസം 21 പ്രസിദ്ധീകരിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 25-ന്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും MyGov, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ ഇന്ന് വരെ അറിയിക്കാം. മഹാമാഘ മഹോത്സവത്തിന്റെ ഭാഗമായി തമിഴ്നാട്ടിലെ തിരുമൂർത്തി മലയിൽ നിന്നും പ്രയാണം ആരംഭിച്ച മഹാമേരു രഥയാത്രയ്ക്ക് യജ്ഞവേദിയായ തിരുനാവായയിൽ ഘോഷയാത്രയോടെ വരവേൽപ്പ്. രഥത്തിൽ എഴുന്നള്ളിച്ച ശ്രീചക്രത്തെ തിരുനാവായ ജംഗ്ഷന് സമീപം നടന്ന ചടങ്ങിൽ ശബരിമല മുൻ മേൽശാന്തിയും മഹാമാഘ മഹോത്സവ സമിതി ചെയർമാനുമായ അരീക്കര സുധീർ നമ്പൂതിരി ആരതിയൊഴിഞ്ഞ് സ്വീകരിച്ചു. കേരള കുംഭമേള എന്നുകൂടി വിശേഷിപ്പിക്കുന്ന മഹാമാഘ മഹോത്സവത്തിന് വ്യാഴാഴ്ച മുതൽ വലിയ തോതിൽ വിശ്വാസികൾ എത്തിത്തുടങ്ങി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.